വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശക്തമായ മഴക്കൊപ്പമുണ്ടായ കാറ്റിൽ മാവൂരിലും പരിസരങ്ങളിലും വ്യാപകമായി മരങ്ങൾ വീണു. ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് ശക്തമായ കാറ്റ് വീശിയിരുന്നത്. മാവൂർ കോഴിക്കോട് റോഡിൽ പെട്രോൾ പമ്പിന് സമീപം കൂറ്റൻ മരം റോഡിന് കുറുകെ വീണ് ഗതാഗതം ഏറെ നേരം മുടങ്ങി. ശക്തമായ കാറ്റിൽ മരത്തിന്റെ അടിഭാഗത്ത് പൊട്ടുവീഴുകയായിരുന്നു. വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനിലെ സ്റ്റേഷൻ ഓഫീസർ റോബി വർഗീസിന്റെ നേതൃത്വത്തിലെത്തിയ രക്ഷാസേനയും മാവൂർ പോലീസും TDRF വളണ്ടിയർമാരും നാട്ടുകാരും ചേർന്നാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അപകടത്തിൽ മാവൂർ കണ്ണിപ്പറമ്പ് സ്വദേശി ഉമേഷിന്റെ കാറിന് കേടുപാടുകൾ പറ്റി. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഉമേഷിന്റെ കാർ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. കാർ കടന്നുപോയ നിമിഷം തന്നെയാണ് മരം പൊട്ടി വീണിരുന്നതും. ഇതിന്റെ ശിഖരം തട്ടിയാണ് കാറിന് കേടുപാടുകൾ സംഭവിച്ചത്. ഈ സമയത്തെത്തിയ ആംബുലൻസും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. കണ്ണിപ്പറമ്പ് കുറ്റിക്കടവ് റോഡിന് കുറുകെ മാവ് പൊട്ടി വീണും ഗതാഗതം മുടങ്ങി. വൈദ്യുതി ലൈനിനു മുകളിലേക്കാണ് മരം പൊട്ടി വീണിരുന്നത്. പിന്നീട് ഇത് മുറിച്ചുമാറ്റി. താത്തൂർപൊയിൽ മുണ്ടനട റോഡിൽ മരം പൊട്ടി വീണ് ഗതാഗതവും മുടങ്ങിയിരുന്നു. കുറ്റിക്കടവ് പാലത്തിന് സമീപം കാറ്റിൽ പോസ്റ്റ് ചെരിയുകയും ചെയ്തിരുന്നു. താത്തൂർ അടിപ്പറമ്പിൽ മരം വീണ് 5 പോസ്റ്റുകളാണ് തകർന്നത്. കൂളിമാട് പാഴൂർ റോഡിൽ മരം വീണ് ഏറെ നേരം ഗതാഗതം മുടങ്ങി. മുക്കത്തു നിന്നുള്ള അഗ്നിരക്ഷാസേന എത്തിയാണ് മരം മുറിച്ചുമാറ്റിയത്. മാവൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ 25 സ്ഥലങ്ങളിലാണ് മരം വീണത്. വൈദ്യുതി പോസ്റ്റുകളും ലൈനുകളും തകർന്നിട്ടുണ്ട്. 15 ഇടങ്ങളിൽ HT ലൈനുകളും പോസ്റ്റുകളും തകർന്നു. 30ഓളം ട്രാൻസ്ഫോമറുകൾ ഓഫാക്കിയിടേണ്ട അവസ്ഥയുണ്ടായി. ഗോൾഡൻ ഡയമണ്ട്സ് മാവൂർ പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.